إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെയധികം ശ്രേഷ്ഠകരമായ പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് കാലികളെ അറുത്ത് വിതരണം ചെയ്യുക എന്നത്. എല്ലാ മതവിഭാഗങ്ങളിലും അറവ് അല്ലെങ്കിൽ ബലികർമ്മം ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 34-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമുദായത്തിനും അവരുടേതായ ആരാധനാ കർമ്മങ്ങൾ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൻസക്കൻ ആരാധനാ കർമ്മങ്ങൾ എന്നതിന് വ്യത്യസ്ത വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയപ്പോൾ താബിഉകൾ നൽകിയ വിശദീകരണമായി നമുക്ക് കാണാം, മൻസക്കൻ ഐ ദബഹൻ, ബലി അർപ്പണം, അറവ് നടത്തി വിതരണം ചെയ്യൽ ഓരോ സമുദായത്തിനും നൽകിയിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന അറവുകൾ, ബലികർമ്മങ്ങൾ വ്യത്യസ്ത ഇനങ്ങളായി ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് നിർബന്ധമായ അറവാണ്. നിർബന്ധമായും ഒരാൾ അറുത്ത് കൊടുത്തിരിക്കേണ്ടുന്ന അറവാണ് ഒന്നാമത്തേത്. അത് പ്രധാനമായും ഹദിയ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജും ഉംറയും ഒരുമിച്ച് അഥവാ ഖിറാനായി ചെയ്യുക എന്നാണ് അതിന് സാങ്കേതികമായി പറയുക. ഹജ്ജും ഉംറക്കും വേണ്ടി ഒന്നിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് അതിനിടയിൽ തമത്തു ആകാതെ, തഹല്ലുലാകാതെ, വസ്ത്രം മാറാതെ ഒന്നിച്ച് ചെയ്യുന്ന ആളുകൾ, അവർ തീർച്ചയായും ഹദിയ് നൽകണം അഥവാ ആടിനെ അറുക്കണം എന്ന് ഇസ്ലാം അനുശാസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തമത്തു ആയി ചെയ്യുന്ന ഹജ്ജ് അഥവാ ആദ്യം ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും പിന്നീട് തഹല്ലുലാവുകയും പിന്നീട് വീണ്ടും ഹജ്ജിനു വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്തുകൊണ്ട് നിർവഹിക്കുന്ന ഹാജിമാരും അറവ് നടത്തൽ നിർബന്ധമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഹജ്ജിൻ്റെ 3 രൂപങ്ങളിൽ 2 രൂപത്തിനും അറവ് നടത്തൽ നിർബന്ധമാണ്. ഹജ്ജിനു വേണ്ടി മാത്രം, ഉംറ ചെയ്യാതെ ഹജ്ജിനു വേണ്ടി മാത്രം ഇഫ്രാദ് എന്നാണ് അതിനെ സാങ്കേതികമായി പറയുക. അവർക്ക് മാത്രമാണ് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാത്തത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫമൻ തമത്തഅ ബിൽ ഉംറ ഇലൽ ഹജ്ജി, ആരെങ്കിലും ഉംറയ്ക്ക് ശേഷം തബത്തുആയി, തഹല്ലുലായി പിന്നീട് ഹജ്ജിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
ഫമസ്തൈസറ മിനൽ ഹദിയ്, അവന് കിട്ടുന്ന ബലിമൃഗത്തെ അവൻ അറുക്കുക തന്നെ ചെയ്യണം. അവനൊരു ബലിമൃഗത്തെ അറുക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇനി ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ല, ഒരു ആടിനെ വാങ്ങാൻ ഒരിക്കലും കഴിയാത്ത വിധം സാമ്പത്തികമായി പ്രയാസപ്പെട്ടാൽ, അല്ലെങ്കിൽ ലഭ്യമാകാത്ത അവസ്ഥയുണ്ടായാൽ അവൻ 10 നോമ്പുകൾ നോൽക്കണമെന്നും അത് 3 എണ്ണം അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്കിടയിലും 7 എണ്ണം നാട്ടിലെത്തിയിട്ടും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ അതേ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ അറുത്തു കൊടുക്കൽ നിർബന്ധമാക്കിയിട്ടുള്ള അറവാണ് ഹദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾ ചെയ്യുന്ന അറവ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒരാൾ ഞാൻ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു ബലിമൃഗത്തെ, ഒരു മൃഗത്തെ അറുത്ത് കാലിയെ മാംസം മറ്റുള്ളവർക്ക് വിതരണം ചെയ്യും എന്ന് നേർച്ചയാക്കിയാൽ അതും പിന്നീട് നിർബന്ധമായി തീരുകയാണ്. ഒരു സുന്നത്തായ കാര്യം ഞാൻ ചെയ്യും എന്ന് പ്രതിജ്ഞയെടുക്കുകയും നിയ്യത്താക്കുകയും നേർച്ച നേരുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ സുന്നത്ത് നിർബന്ധമായി തീരും എന്നർത്ഥം. അങ്ങനെ നിർബന്ധമായുള്ള നേർച്ചകൾ നിർവഹിക്കൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കർമ്മങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ, ഒരു വിശ്വാസിക്ക് ചില തെറ്റുകൾ സംഭവിച്ചാൽ അതിന് പ്രായശ്ചിത്തമായി അറിവ് നൽകണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇവയൊക്കെയാണ് നിർബന്ധമായും നമ്മൾ അറുത്തിരിക്കേണ്ട അറിവെങ്കിൽ. രണ്ടാമത്തേത് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള, പുണ്യം പഠിപ്പിച്ചിട്ടുള്ള, ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള അറിവുകളാണ്. അതിൽ പ്രധാനമായും ഉള്ളത് ഉൽഹിയ്യത്തും അഖീഖത്തുമാണ്. ഉൽഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ നൽകിയത് മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി അയ്യാമ ഈദിൽ അദ്ഹാ ബിസബബിൽ ഈദി തഖർറുബൻ ഇലല്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ച്, അവൻ്റെ പുണ്യം ആഗ്രഹിച്ച്, അവനിലേക്ക് അടുക്കണം എന്ന ആഗ്രഹത്തോടെ ആട്, മാട്, ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ പെരുന്നാൾ ദിവസങ്ങളിൽ ബലിയർപ്പിക്കുന്നതിനാണ് ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ അവസാന സന്ദർഭത്തിൽ നാം സൂചിപ്പിച്ച, ഖുർആൻ പറഞ്ഞ, നമസ്കാരത്തോടൊപ്പം ചേർത്തി പഠിപ്പിച്ച ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിനു വേണ്ടി നീ നിസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉൽഹിയ്യത്ത് അത് കഴിയുന്ന ആളുകളെല്ലാം അതിൻ്റെ ഭാഗമാകണം എന്ന് പഠിപ്പിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഇസ്ലാം കാണുന്ന കാര്യം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? പണ്ഡിതന്മാർ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടി മാത്രം ബലി അറുക്കുന്നതിലൂടെ തൗഹീദ് ഊട്ടിയുറപ്പിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞത്. മറ്റൊന്ന്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടുകയും അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ്. മറ്റൊന്ന്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം പരസ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്ന അവസരമാണ് ഉൽഹിയ്യത്ത് എന്നത്. മറ്റൊന്ന്, ഹജ്ജിന് പോകാത്തവരും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കുക എന്നതാണ് ഉൽഹിയ്യത്തിലൂടെ ചെയ്യുന്നത് എന്നാണ്. മറ്റൊരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞു, തൻ്റെ മനസ്സിൻ്റെ പിശുക്കിനെ ഇല്ലാതെയാക്കാൻ ഉൽഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്നതാണ്. സാധുക്കൾക്ക് ഭക്ഷണം നൽകാൻ, മാംസം നൽകാൻ അതിലൂടെ കഴിയുന്നു എന്നതാണ് മറ്റൊരു ഹിക്മത്തായി പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതിർന്ന ആ കർമ്മത്തിന് നാം മുതിരുന്നു എന്ന ആ സുന്നത്തിനെ ജീവിപ്പിക്കുന്നു എന്നതാണ് ഹിക്മത്തായി പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം. ഏറ്റവും പ്രധാനമായി പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിനനുസരിക്കാൻ തയ്യാറാണ്, അവനെ ഇഷ്ടപ്പെടാൻ സന്നദ്ധനാണ്, അവൻ്റെ ഭക്തിയും ത്യാഗനിർഭരതയും വെളിപ്പെടുത്തുന്ന കർമ്മമാണ് ഉൽഹിയ്യത്ത് എന്നാണ്. നമ്മുടെ ഭക്തി, നമുക്ക് തഖ്വയുണ്ടോ എന്നതിനുള്ള അടയാളമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉൽഹിയ്യത്തിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തന്നെ പറഞ്ഞു, ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ആ ഉൽഹിയ്യത്ത് നിങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ രക്തമോ അതിൻ്റെ മാംസമോ റബ്ബിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ ആ മനസ്സില്ലേ, ഉൽഹിയ്യത്ത് അറുക്കാൻ നിങ്ങൾ കാണിച്ച ആ സന്നദ്ധതയില്ലേ, ആ തഖ്വയില്ലേ, ഭയഭക്തിയില്ലേ, അതാണ് റബ്ബ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് നാം തയ്യാറാണ് എന്ന് തീരുമാനിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഭക്തി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് എന്ന് ഉൽഹിയ്യത്തിൻ്റെ ഹിക്മത്തായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ബലിയറുക്കാൻ തയ്യാറാകുന്ന ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന.
മുസിന്നയെ അല്ലാതെ നിങ്ങൾ അറവിനു വേണ്ടി, ബലികർമ്മത്തിനു വേണ്ടി, ഉദ്ഹിയത്തിനു വേണ്ടി ഉപയോഗിക്കരുത് എന്നാണ്. എന്താണ് മുസിന്ന എന്ന് പറഞ്ഞാൽ? അതിന് ഓരോ ജീവിക്കുമനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒട്ടകത്തിന് 5 വയസ്സാകുമ്പോഴാണ് ആ മുസിന്ന എന്ന പ്രായത്തിലെത്തുന്നത്. എന്നാൽ മാടുകളാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ആ പ്രായം എത്തുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ആടുകൾ, കോലാടുകൾ, അതിന് 1 വയസ്സ് പൂർത്തിയാവുക എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ചെമ്മരിയാടിന് 6 മാസം മതി എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു നിബന്ധന പാലിച്ചുകൊണ്ടായിരിക്കണം ഉദ്ഹിയത്തിനു വേണ്ടി ബലിമൃഗത്തെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടുന്ന് ചില ആളുകൾ പ്രവാചകന്റെ അരികിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, റസൂൽ, ഞങ്ങൾ ഉദ്ഹിയത്തിൻ്റെ കർമ്മങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പറ്റാത്തത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 കുറവുകളുള്ള, ന്യൂനതകളുള്ള ബലിമൃഗത്തെ നിങ്ങൾ ബലിക്കു വേണ്ടി ഉരുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ 4 ന്യൂനതകളില്ലെന്ന് ഉറപ്പുവരുത്തണം. അൽ അർജാഉൽ ബയ്യിനു ദൽഉഹാ വൽ ഔറാഉൽ ബയ്യിനു ഔറുഹാ വൽ മരീലത്തുൽ ബയ്യിനു മറലുഹാ വൽ അജ്ഫാഉ ലത്തി ലാ തുൻഖി. പ്രകടമായ മുടന്തുള്ളവ, നടന്നു പോകാൻ കഴിയാത്ത മുടന്തുള്ളവയെ പാടില്ല. പ്രകടമായി കണ്ണിന് കാഴ്ചയില്ലാത്ത ജീവികളെ പാടില്ല. പ്രകടമായ രോഗബാധിത ഏറ്റ ജീവികളെ പാടില്ല. മജ്ജ നഷ്ടപ്പെട്ട് മെലിഞ്ഞൊട്ടിയവയെ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഉദ്ഹിയത്തിൻ്റെ അഹ്കാമുകൾ അറിയുന്നവർ പോലും അറിയാതെ പോയിട്ടുള്ള, പ്രാധാന്യം പോലും മനസ്സിലാക്കാതെ പോയിട്ടുള്ള അറവാണ് അഖീഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒന്നാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും തൻ്റെ പിതാവ് നൽകുന്ന ബാധ്യതാ നിർവഹണമാണ് അഖീഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ള പറയുകയാണ്, കുല്ലു ഗുലാമിൻ റഹീനതും ബി അഖീഖതിഹി. ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യക്കുഞ്ഞും അവന് അഖീഖ അറുക്കാൻ ബാധ്യതയുള്ളവനായിട്ടാ ജനിച്ചു വീഴുന്നത്. റഹീനത്ത് എന്നാ പറഞ്ഞത്. ഒരു കടബാധ്യത പോലെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് അവൻ്റെ ഉപ്പ ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു കടം വീട്ടലാണ് അഖീഖ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. എന്നു മാത്രമല്ല, റസൂലുള്ള പറഞ്ഞു, മഅൽ ഗുലാമി അഖീഖ, കുട്ടിയോടൊപ്പം തന്നെയും അഖീഖക്ക് ബാധ്യതയുണ്ട്. അഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറുത്തു കൊടുക്കുക എന്നാണ്. ആ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ ബലിയെ അറുത്തുകൊണ്ട്, ഒരു ഉരുവിനെ അറുത്തുകൊണ്ട് കൊടുക്കൽ ബാധ്യതയുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഫഹരീഖു അൻഹു ദമാ, അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ രക്തം ചിന്തണേ, ആടിനെ നിങ്ങൾ അറുക്കണേ, ബലി അറുക്കണേ, അഖീഖ അറുക്കണേ. അമീതു അൻഹുൽ അദാ, അവനിൽ നിന്ന് മാലിന്യം നീക്കണേ. അവിടെ അദാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ മുടിയാണ്. ജനിക്കുമ്പോഴുള്ള ആ മുടി നീക്കിക്കളയുകയും അഖീഖ അറുക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതൊരു പ്രബലമായ സുന്നത്താണ് എന്ന് പറഞ്ഞപ്പോൾ, നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും സുഹൃത്തുക്കളെ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഏറ്റവും പ്രബലമായ ഒരു സുന്നത്താണ് ഓരോ മനുഷ്യ കുഞ്ഞിനും വേണ്ടി അറവ് നടത്തുക എന്നത്. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ വുലിദ ലഹു വലദ്, ആർക്കെങ്കിലും ഒരു കുഞ്ഞ് ജനിച്ചാൽ ഫഅഹബ്ബ അയൻസുക ഫൽയൻസുക്, അവനു വേണ്ടി അറുക്കാൻ ഉദ്ദേശിക്കുന്നവർ അറവ് നടത്തിക്കൊള്ളട്ടെ. അനിൽ ഗുലാമി ശാത്താൻ, ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകൾ, മുക്കാഫിയത്താൻ, അതിന് യോജിച്ച പറ്റിയ 2 ആടുകൾ. അനിൽ ജാരിയത്തി ഷാത്ത്, പെൺകുട്ടിയാണെങ്കിൽ 1 ആട്, പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെ അറുക്കുക, ആൺകുട്ടിയാണെങ്കിൽ 2 ആടുകളെ അറുക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം അത് അവനിൽ നിന്നുള്ളൊരു കടം വീട്ടലാണ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ എന്തിനൊക്കെ സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടോ ആ ഒരു പ്രാധാന്യം നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ഇനി അഖീഖ അറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മളൊരു ശ്രമം, ഒരു ശ്രദ്ധ, ഒന്ന് പണം മാറ്റിവെച്ച് കണ്ടെത്തി ഞാനത് നിർവഹിക്കണമല്ലോ എന്നൊരു ആഗ്രഹം നമുക്കെപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉണ്ടാകണമെന്നതാണ് സുഹൃത്തുക്കളെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തന്നെ 7-ാം ദിവസം അറുക്കലാണ് ഏറ്റവും നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, ജനിച്ച് 7-ാം ദിവസമാകട്ടെ ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ അഖീഖ അറുക്കുന്നത്. വയുഹ്ലഖു വയുസമ്മ, അവൻ്റെ മുടി നീക്കം ചെയ്യുന്നതും വയുസമ്മ, അവന് പേരിടുന്നതുമൊക്കെ 7-ാം ദിവസമാകട്ടെ
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കഴിയുന്നത് ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ അതിന് പ്രത്യേകം ഉദാഹരണ സഹിതം പണ്ഡിതന്മാർ പറഞ്ഞു, വ്യാഴാഴ്ചയാണ് കുട്ടി ജനിച്ചിട്ടുള്ളത് എങ്കിൽ അടുത്ത ബുധനാഴ്ചയാണ് അക്കീഖ അറുക്കേണ്ടത്. തിങ്കളാഴ്ചയാണ് കുട്ടി ജനിച്ചിട്ടുള്ളതെങ്കിൽ ഞായറാഴ്ചയാണ് അക്കീഖ അറുക്കേണ്ടത്. അങ്ങനെ ദിവസത്തിൻ്റെ കണക്ക് പോലും പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. ഇനി അതിന് സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏത് ദിവസവും ആ കുട്ടിക്ക് വേണ്ടി അറവ് നടത്താവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നാൽ 14-നോ 21-നോ ഒക്കെ പ്രത്യേകം സുന്നത്താണ് എന്ന് പറയുന്ന ഹദീസുകളിൽ ചില ദുർബലതകൾ ഉള്ളതിനാൽ 7-ാം ദിവസം അറുക്കാൻ കഴിയാത്തവന് ഏത് ദിവസവുമാകാം എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. സുഹൃത്തുക്കളെ, ഒരു കുട്ടിക്ക് വേണ്ടി പിതാവിന് അറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് മുതിർന്ന് വലുതായി തനിക്കു വേണ്ടി അക്കീഖ അറുക്കാൻ പോലും ഇസ്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള, ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഫൽഅഫ്ളലു അൻ യഉക്ക അൻ നഫ്സിഹി, അങ്ങനെ തനിക്കു വേണ്ടി ഉപ്പ അറുത്തിട്ടില്ലെന്ന് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവനവനു വേണ്ടി തന്നെ അക്കീഖ അറുക്കേണ്ടതാണ്. ഇദാലം യഉഖു അൻഹു വാലിദുഹു, പിതാവ് അറുത്തിട്ടില്ലെങ്കിൽ, വലൗ കാന കബീറൻ, എത്ര വലുതായിട്ടുണ്ടെങ്കിലും എത്ര മുതിർന്ന ആളാണെങ്കിലും, ഹാദാ ഹുവ സുന്നഹ്, അതൊക്കെയാണ് സുന്നത്ത്. അത് പ്രവാചക ചര്യയെ ജീവിപ്പിക്കലാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനു വേണ്ടി അഖീഖ അറുത്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹസനുൽ ബസ്വരി റഹിമഹുല്ല പറഞ്ഞു, ഇദാലം യഉഖു അൻക്, നിനക്ക് വേണ്ടി നിന്റെ പിതാവ് അഖീഖ അറുത്തിട്ടില്ലെന്ന് നീ അറിഞ്ഞാൽ, ഫഉഖ അൻ നഫ്സിക്, നിനക്ക് വേണ്ടി നീ തന്നെയും ആ അറവ് നടത്തണം. വഇൻ കുൻത റജുല, നീ എത്ര വലിയ മനുഷ്യനായിട്ടുണ്ടെങ്കിലും നീ എത്ര വലിയ പുരുഷനായിട്ടുണ്ടെങ്കിലും നീ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ ഹസനുൽ ബസ്വരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറഞ്ഞു, വയത്തഖി ഫിൽ അഖീഖത്തി മിനൽ ഉയൂബി മാ യത്തഖി ഫിൽ ലഹായ, ഉൽഹിയത്തിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട മര്യാദകളെല്ലാം അഖീഖക്ക് വേണ്ടിയും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായത്തിൻ്റെ കാര്യത്തിലും കുറവുകളും ന്യൂനതകളും ഇല്ലാത്ത ഉരുവിനെ തെരഞ്ഞെടുക്കുന്ന വിഷയത്തിലുമൊക്കെ ഉൽഹിയത്തിൻ്റെ അതേ അഹ്കാമുകൾ, വിധികൾ, നിയമങ്ങൾ അഖീഖക്കും പാലിക്കേണ്ടതാണ്. വയസ്ലുകു ബിഹാ മസ്ലകൽ ലഹായ യുഅകലു മിൻഹാ വയതസദ്ദഖു വയുഹദാ ഇലൽ ജീറാൻ, ഉൽഹിയത്ത് പോലെ തന്നെ അതിൽ നിന്ന് ഭക്ഷിക്കാനും അതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനും ഹദിയ കൊടുക്കാനും ധർമ്മം ചെയ്യാനുമൊക്കെ ശ്രദ്ധിക്കണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, എത്രത്തോളം ആ ഒരു സമയത്ത് നാം നീക്കം ചെയ്യുന്ന കുട്ടിയുടെ മുടിക്ക് അതിൻ്റെ തൂക്കത്തിന് തുല്യമായ വെള്ളി ദാനം ചെയ്യുന്നത് പോലും വലിയ പ്രോത്സാഹനമായ ഒരു പുണ്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അബൂ റാഫിഅ് റഹിമഹുല്ല പറയുകയാണ്, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ഫാത്തിമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലമ്മാ വലദത്തിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിച്ച സമയത്ത്, അഹ്ലിഖീ റഅസഹു, കുട്ടിയുടെ മുടി കളയണേ, വതസദ്ദഖീ ബിവസ്നി ശഹരിഹി ഫില്ലതൻ അലൽ മസാകീൻ, ആ മുടിക്ക് തൂക്കം വരുന്ന അളവ് നീ വെള്ളി പാവങ്ങൾക്ക് ദാനം ചെയ്യണേ. അപ്പോൾ കഴിയുന്നവർ അതുപോലും ചെയ്യൽ ഒരു കുട്ടിക്ക് നൽകുന്ന സുരക്ഷിതത്വമായി സഹോദരങ്ങളെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അഖീഖയുടെ നിയമങ്ങൾ കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നതാണ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മൂന്നാമത്തേത് പുണ്യകരമായ അറിവുകളാണ്. അതിന് വലിയ പ്രോത്സാഹനം നൽകിയിട്ടില്ലെങ്കിലും കഴിയുന്നതും അത് ചെയ്താൽ വലിയ പുണ്യം ലഭിക്കും എന്ന് പഠിപ്പിച്ചവയാണ്. അക്കൂട്ടത്തിൽ ഒന്നാണ് വലീമ. കല്യാണത്തിന്, സൽക്കാരങ്ങൾക്ക് നാം നാം ഉരുവിനെ അറുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വരികയാണ്. അദ്ദേഹം പുതിയ സുഗന്ധം പൂശിയ അടയാളം വസ്ത്രത്തിലായിക്കൊണ്ടാണ് വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, ഇതെന്താണ്? ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി തസവ്വജതു ഇംറഅ, ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, എൻ്റെ വിവാഹം കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ബാറക്കല്ലാഹു ലക്, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. തുടർന്ന് റസൂലുള്ളാഹി പറയുകയാണ്, ഔലിം വലൗ ബിശാത്ത്, ഔലിം, നീ വലീമ നൽകണേ, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകണേ. വലൗ ബിശാത്തിൻ, ഒരു ആടിന് അറുത്തെങ്കിലും. ചില ആളുകൾ പറഞ്ഞു മിനിമം ഒരാട് വേണം. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം കഴിയുന്നത് എന്താണോ അത് നൽകുക എന്നതാണ്. വലീമ നൽകുക എന്നത് ഒരു പുണ്യകർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ വീട്ടിൽ അതിഥികൾ വന്നാൽ സൽക്കരിക്കുക എന്നത് വലിയൊരു പുണ്യകർമ്മമായിരുന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു, അവൻ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ, സൽക്കരിച്ചു കൊള്ളട്ടെ. എത്രത്തോളം പറഞ്ഞു പണ്ഡിതന്മാർ, ഒരാൾ തൻ്റെ വീട്ടിലേക്ക് അതിഥിയായി കടന്നു വന്നാൽ ഭക്ഷണം വേണോ എന്ന് അതിഥിയോട് ചോദിക്കുക പോലും ചെയ്യാതെ ഭക്ഷണം തയ്യാറാക്കലാണ് മര്യാദ എന്നാണ്. ധൃതി കാണിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒന്ന് അതിഥി സൽക്കാരമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് സന്താനമുണ്ടാകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ മലക്കുകൾ വരികയാണ്. മനുഷ്യരുടെ രൂപത്തിലാണ് ആ മലക്കുകൾ വന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് തൻ്റെ അതിഥികളാണെന്നാണ് വിചാരിച്ചു പോയത്. അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹീമ ബിൽ ബുശ്റാ, ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് എൻ്റെ ദൂതന്മാർ മലക്കുകൾ മനുഷ്യരൂപത്തിൽ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഖാലൂ സലാമ, അവർ സമാധാനത്തിൻ്റെ വാക്കു പറഞ്ഞു. ഖാല സലാം, അദ്ദേഹം തിരിച്ച് സലാം മടക്കി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവരാൻ അധികം താമസമുണ്ടായില്ല. തൻ്റെ വീട്ടിൽ വന്നത് അതിഥികളാണെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ എന്നും ചിന്തിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ഒരു മൂരിക്കുട്ടിയെ പൊരിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ മലക്കുകൾ ഭക്ഷിക്കുകയില്ലല്ലോ, അവർ മനുഷ്യരല്ലല്ലോ. ആ നിലക്ക് അവരുടെ കൈ ഒന്ന് പൊങ്ങുക പോലും ചെയ്യാതെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്നും മലക്കുകളാണെന്നും താങ്കൾക്ക് കുട്ടിയുണ്ടാകുന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണെന്നും പറഞ്ഞതൊക്കെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ആരാണെന്ന് ഉറപ്പിക്കും മുമ്പ് തന്നെ തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ സൽക്കരിക്കണം എന്ന മര്യാദ മുമ്പ് മുതലേ ഉണ്ടായിരുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന 3 അറിവുകൾ ഇതാണെങ്കിൽ സുഹൃത്തുക്കളെ, ഇസ്ലാം നിഷിദ്ധമാക്കിയ അറിവാണ് 4ാമത്തെ ഇനം. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറിവ് നടത്തുക എന്നത് ഒരു വേള ശിർക്കായി തീരുന്ന അറിവായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പോലും അള്ളാഹു പറഞ്ഞത് എന്താ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ നബിയെ അങ്ങ് പറയണം, ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരവും, വനുസുകി, എൻ്റെ അറവും എൻ്റെ ബലിയർപ്പണവും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. സഹോദരങ്ങളെ, ഈ നിയമം പോലും ലംഘിക്കുന്ന എത്ര ആളുകളെയാണ് ഇന്ന് സമൂഹത്തിൽ നാം കാണുന്നത്. വളരെ ലാഘവത്തോടുകൂടി നിസാരമായി കാണുന്ന ഈ ഒരു തിന്മ വ്യാപകമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഹാന്മാരുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പല ആളുകളുടെയും ഖബറിനരികിൽ ചെന്നുകൊണ്ടും ചില വ്യക്തികളെ പ്രത്യേകം പ്രീതിപ്പെടുത്താനും വേണ്ടി അറിവ് നടത്തുന്ന ആളുകളെ നാം കാണുന്നുവെങ്കിൽ അള്ളാഹു പറഞ്ഞു, കുൽ നബിയേ അങ്ങ് പറയണം, ജനങ്ങളോട് പ്രഖ്യാപിക്കണം, ഇന്ന സ്വലാത്തി, എൻ്റെ നമസ്കാരം. നമ്മൾ നമസ്കരിക്കുന്നത് ആർക്കു വേണ്ടിയാ സഹോദരങ്ങളെ? അതിനോട് ചേർത്തല്ലേ അള്ളാഹു പറഞ്ഞത്, വനുസുകി, ഞാൻ അറിവ് നടത്തുന്നതും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനു വേണ്ടിയാണ്. അവൻ്റെ പ്രതി പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവൻ്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ്, ഒരു പടപ്പിനും വേണ്ടിയല്ല എന്ന പ്രഖ്യാപനമാണ് ഒരു മുസ്ലിം നടത്തേണ്ടത്. എങ്കിൽ ശാപത്തിന് കാരണമായി തീരുന്ന, അല്ലാഹു അല്ലാഹുവിന്റെ പേരിൽ അറിവ് നടത്തി വിതരണം ചെയ്യുന്ന മുസ്ലിം നാമധാരികളെപ്പോലും നാം കാണുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹദ്ദസനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അർബഇ കലിമാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ 4 കാര്യങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ 4 ഉപദേശങ്ങൾ എനിക്ക് നൽകി, 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. എന്താണ് സഹോദരങ്ങളെ ആ 4 കാര്യങ്ങൾ? 4ഉം ശാപം കിട്ടുന്ന 4 വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമതായി പഠിപ്പിച്ചു, ലഅനല്ലാഹു മൻ ലഅന വാലിദൈഹി, മാതാപിതാക്കളെ ശപിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മൂന്നാമതായി പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസ, ബിദ്അത്തുകാർക്ക് അഭയം നൽകുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നാലാമതായി പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹു മൻ ഗയ്യറ മനാറൽ അർള്, ഭൂമിയുടെ അതിർത്തി ലംഘിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു.
ഭൂമി ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന ആളുകളെ അള്ളാഹ് ശപിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ ശപിക്കുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ബിദ്അത്തുകാർക്ക് അഭയം നൽകുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാം വളരെയധികം പുണ്യകർമ്മമായി പഠിപ്പിക്കുന്ന അഹ്കാമു ദബഹ്, അറവുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നാം ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. ഒന്ന്, നിർബന്ധമായും ചെയ്യുന്ന നേർച്ച നേർന്ന അറവുകളോ അല്ലെങ്കിൽ ഹാജിമാർ ചെയ്യുന്ന അറവുകളോ ഒക്കെയാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തേത്, വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള പുണ്യകർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള ഉളഹിയത്ത്, അഖീഖ പോലുള്ള അറവുകളാണ്. മൂന്നാമത്തേതാകട്ടെ, ചെയ്താൽ പുണ്യം ലഭിക്കുന്ന ഒരു അദബായി തീരുന്ന അതിഥി സൽക്കാരം, വിവാഹത്തിന് വേണ്ടിയുള്ള ഭക്ഷണം നൽകുന്നതിന് കൂടെയുള്ള അറവ് നടത്തൽ പോലുള്ളവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. എന്നാൽ ഇതൊന്നുമല്ലാതെ സ്വതക്കയായിക്കൊണ്ടും ബലി നൽകുക എന്നത്, അറുത്ത് വിതരണം ചെയ്യുക എന്നത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഇത്ആമുൽ മസാക്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്ന അർത്ഥത്തിലാണ് ഉൾപ്പെടുക. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് തീരെ ഇല്ലാതെ എടുത്തുപോയ ഒരു സംഗതിയാണത്. എന്നാൽ മഹാന്മാരായ താബിഉകൾ ഒരു കാരണവുമില്ലാതെ ഇടയ്ക്ക് ഉരുവിനെ അറുത്തുകൊണ്ട് അയൽവാസികൾക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്കും മാംസം വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിലും ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാരണവുമില്ലാതെ ആളുകൾക്ക് മാംസം നൽകുക എന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, പുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ, അതും വലിയൊരു സ്വതക്കയായി, ദാനധർമ്മമായി പരിഗണിക്കുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഗൗരവമായി നമ്മൾ കാണേണ്ടുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നതാണ്. ഒരു മാംസ വിതരണം മാത്രമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിൽ അവിടുന്ന് എന്തോ ഒരു ഗുണം കിട്ടുമെന്നൊരു തോന്നൽ, അവിടുന്ന് ഒരു എണ്ണ വാങ്ങിയാൽ, അവിടുന്ന് അല്പം അരി കിട്ടിയാൽ, അവിടുന്ന് ഒരു നൂല് കിട്ടിയാൽ, അവിടുന്ന് ഒരു ചരട് കിട്ടിയാൽ അതിലെന്തോ ഒരു ഖൈറുണ്ട് എന്ന വിശ്വാസം, അത് മനുഷ്യൻ്റെ തൗഹീദിനെ ബാധിക്കുന്ന, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലയെ തകർക്കുന്ന, അവൻ്റെ മനസ്സിലേക്ക് ശിർക്ക് കടന്നു വരുന്ന വിശ്വാസമാണ് എന്ന് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒന്നാമനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, മോനെ, ശിർക്ക് കൂരിരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പ് നടന്നു പോകുന്നത് അത്രയും ഗോപ്യമായി നിങ്ങളിലേക്ക് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാവുക. ശിർക്കിൻ്റെ ലെവലേശം പോലും ഒരു നിലക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. കടം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കതിൽ നിന്ന് മോചനം നൽകണം റഹ്മാനെ. ഞങ്ങളോട് വിട പറഞ്ഞ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, പൊന്നോമന മക്കൾ, നീ അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ആദരിക്കണം റഹ്മാനെ. മാതാപിതാക്കൾ മരിച്ചവർ പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ വിഷമം അറിയുന്ന റബ്ബേ, അവരുടെ വിഷമങ്ങൾക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. ഖബറിൽ കിടക്കുന്നവർക്ക് നീ അനുഗ്രഹം നൽകി മഗ്ഫിറത്തും മർഹമത്തും നൽകി ഖബറിടം വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ
اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.